Yes, okay. So there are three people. Okay, fine. Good evening. So in today's class, we are going to discuss mainly how to write a letter and a diary. Okay. അതായത് നമ്മൾ ഒരു ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് ഓർ ഒരു ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അത് രണ്ടും കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോട്ടീസ് എഴുതുന്ന രീതിയും കൂടെ നോക്കുന്നുണ്ടാവും. ഓക്കെ, സോ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ലെറ്റർ റൈറ്റിങ്ങും ഡയറി റൈറ്റിങ്ങുമാണ് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ദാറ്റ് ഈസ് ഡേ ബിഫോർ യെസ്റ്റർഡേത്തെ ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡിംഗ് അയച്ചു തന്നിട്ടില്ല. കാരണം എനിക്ക് ചില ഒരു എമർജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ എനിക്ക് റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സോറി അപ്ലോഡിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ 30th ക്ലാസ്സിൻ്റെയും ഇന്നത്തെ ക്ലാസ്സിൻ്റെയും റെക്കോർഡിങ്സ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഇന്ന് നൈറ്റ് ആകുമ്പോഴേക്കും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ 2024 മാർച്ച് SSLC എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 16 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 16 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ 16, 17 അതിൽ ഓപ്ഷൻ ഉണ്ട്. 16th വൺ റിവ്യൂ റൈറ്റിംഗ് ആണ്, 17th വൺ നറേറ്റീവ് ആണ്. അപ്പോൾ ഈ റിവ്യൂ റൈറ്റിങ്ങും നറേറ്റീവും നിങ്ങൾക്ക് നമ്മൾ ഓരോ ക്ലാസ്സിൽ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ലെറ്ററും ഡയറിയും നോക്കുന്ന പോലെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂ നോക്കാം. ഒരു ക്ലാസ്സിൽ നമുക്ക് നറേറ്റീവ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓൾറൈറ്റ്, ഇപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞു, ഇപ്പം നിങ്ങളൊരു മൂവി കണ്ടിട്ട് വന്നു, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ടോ ഹോട്ട്സ്റ്റാറിലോ നെറ്റ്ഫ്ലിക്സിലോ ഏതിലോ അല്ലെങ്കിൽ TV-യിൽ ഒരു മൂവി കണ്ടു. ആ മൂവി കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില ഒപ്പീനിയൻസ് ഉണ്ടാവും. അതായത് ആ മൂവി നന്നായിരുന്നോ, മോശമായിരുന്നോ, കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ടേഷനെക്കാട്ടിലും അത് നന്നായിട്ടുണ്ടോ. ഓക്കെ, യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് തോട്ട്സ് ഓർ ഒപ്പീനിയൻസ് അബൌട്ട് ദാറ്റ് മൂവി. ദാറ്റ് ഈസ് കോൾഡ് എ മൂവി റിവ്യൂ. Here you are asked to write a review of a story. നമുക്ക് ലെസണിൽ നമ്മൾ സ്റ്റോറിയാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിന്റെ ഒരു പ്ലേയുടെ റിവ്യൂ ആണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. സോ റിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പ്ലേന്ന് എന്തൊക്കെ മനസ്സിലായി, അതിന്റെ ക്യാരക്ടേഴ്സ് ആരാണ്, എന്താണ് അതിന്റെ സ്റ്റോറി, അതൊന്ന് ഷോർട്ടായിട്ട് എഴുതണം. പ്ലോട്ട് ഒരുപാട് വലിച്ചെഴുതരുത്, കുറച്ച് ബ്രീഫായിട്ട് എന്താ കഥ എന്നുള്ളത് എഴുതി പോവാം. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചാപ്റ്ററുടെ പേര്, ഓതർ, റിട്ടൺ ബൈ ആരാണ്, അത് ഇതെല്ലാ ക്വസ്റ്റ്യൻ്റെയും ഒരു സ്റ്റാൻഡേർഡ് സെന്റൻസ് ആയിട്ട് വെച്ചോളൂ. അതായത് നെയിം ഓഫ് ദ ലെസൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ കാസ്റ്റവേ എന്നുള്ള ലെസൺ ആണെങ്കിൽ ദ കാസ്റ്റവേ ഇസ് എ സ്റ്റോറി, ഇസ് എ ഫേമസ് സ്റ്റോറി. ഓക്കെ, അത് ഫേമസ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഇസ് എ ഫേമസ് സ്റ്റോറി, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ഫേമസ് പോയം, ഇറ്റ് ഇസ് എ ഫേമസ് പ്ലേ. ഈ ഫേമസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഒന്നും മിസ്റ്റേക്ക് വരാൻ പോകുന്നില്ല. ഓഫ് കോഴ്സ് ഇതെല്ലാം ഫേമസ് തന്നെയാണ്. ഫേമസ് ആയിട്ടുള്ള ലെസൺസ്, സ്റ്റോറീസും പോയംസും പ്ലേസും ഡ്രാമയും ഒക്കെ തന്നെയാണ് നമുക്ക് സിലബസിൽ തരുന്നത്. അത് അല്ലെങ്കിൽ നമുക്കിതൊന്നും സിലബസിൽ പഠിക്കാൻ തരില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ചാപ്റ്ററുടെ നെയിം പറയാം, ഈസ് എ ഫേമസ് അല്ലെങ്കിൽ പോപ്പുലർ എന്നും പറയാം. ഓക്കെ, ഈസ് എ ഫേമസ് അല്ലെങ്കിൽ പോപ്പുലർ. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിനോൺഡ്. റിനോൺഡ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ എന്നുള്ളതിന്റെ മറ്റൊരു മീനിങ് ആണ്. ഈസ് എ റിനോൺഡ് ഓർ എ പോപ്പുലർ. എന്താണ്, സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി, പോയം ആണെങ്കിൽ പോയം. റിട്ടൺ ബൈ, ഓതറിന്റെ നെയിമും പറയാം. റിട്ടൺ ബൈ ആരാണ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇപ്പൊ കാസ്റ്റവേന്റെ റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ, അല്ലെങ്കിൽ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് അല്ലേ. അപ്പോൾ ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ഇസ് എ പോപ്പുലർ സ്റ്റോറി റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ റസ്കിൻ ബോണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു മാറ്റം വരുത്തി, കണ്ടോ. ലെസണിന് ഞാൻ പോപ്പുലർ എന്ന് പറഞ്ഞു, റൈറ്ററിന് ഞാൻ ഫേമസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക, ലെസന്റെ നെയിമിന് മുൻപിലും ഒരു അഡ്ജക്റ്റീവ് കൊടുക്കുക, റൈറ്ററുടെ അല്ലെങ്കിൽ ഓത്തറിന്റെ നെയിമിന്റെ മുൻപിലും എന്ത് ചെയ്യുക, ഒരു അഡ്ജക്റ്റീവ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അത്രയും സ്കോർ ചെയ്യാനുള്ള ഒരു പോയിന്റ്. ഈ ഒരു ലൈൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, റിവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം ലെസൺ എന്താണെന്ന് എഴുതുക, ലെസന്റെ ക്യാരക്ടേഴ്സ് എഴുതുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ തുടങ്ങുക. ഓക്കെ, പ്ലോട്ട് നിങ്ങൾ എഴുതുമ്പോൾ ചുരുക്കി ബ്രീഫായിട്ട് എഴുതാൻ നോക്കുക. അതായത് സ്റ്റോറി മുഴുവനും എഴുതാൻ പാടില്ല റിവ്യൂവിൽ ഒരിക്കലും. അതിലത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ എഴുതുക, എന്താണ് മെയിൻ അതിന്റെ ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്നുള്ളത് എഴുതുക, പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സ്, ആൻഡ് ദെൻ റിവ്യൂ. നിങ്ങളുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിവ്യൂ എപ്പോഴും സെക്കൻഡ് പാരഗ്രാഫ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ ആ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ലൈനിനും നിങ്ങളുടെ അതിന്റെ ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റ് പറയാനും
അതേപോലെ ആ സ്റ്റോറീൻ്റെ ഒരു ബ്രീഫ് സമ്മറി പറയാനും ഫസ്റ്റ് പാരഗ്രാഫ് യൂസ് ചെയ്യുക. സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് നിങ്ങളുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മക്കളെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ റിവ്യൂ ആണെങ്കിലും നറേറ്റീവ് ആണെങ്കിലും അല്ല പാരഗ്രാഫ് റൈറ്റിംഗ് ആണെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും ഓക്കെ ഡയറി റൈറ്റിംഗ് ആണെങ്കിലും ലെറ്റർ റൈറ്റിങ്ങിന് ഞാനത് പറയുന്നില്ല, കാരണം ഓരോ ലെറ്റർ ഓരോ പോലെ ആയിരിക്കും. ഈ 5 എണ്ണത്തിന് ഞാൻ ഒന്നും കൂടെ പറയാം: റിവ്യൂ, നറേറ്റീവ്, പാരഗ്രാഫ്, ക്യാരക്ടർ സ്കെച്ച്, ഡയറി. ഈ 5 എണ്ണത്തിനും ഒരു 10 ലൈൻ എഴുതി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ലൈൻസ് അല്ലെങ്കിൽ ഒരു 8 to 10 ലൈൻസ്, 8 മുതൽ 10 വരെ ലൈനുകൾ എഴുതി കഴിഞ്ഞാൽ ഒന്ന് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ലൈന് കൂടുതൽ എഴുതിയെന്ന് കാണിക്കാനോ പേജ് കൂടുതൽ എഴുതി കാണിക്കാനോ അല്ല. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ വായിക്കാനൊരു സുഖം ഉണ്ടാവും. മാത്രമല്ല ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ പലവർക്കും ഒരു ട്രിക്ക് മിസ് പറഞ്ഞുതരാം. ഈ ഇൻവിജിലേറ്റേഴ്സ്, ഇപ്പം നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും കറക്റ്റ് ചെയ്യുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ ദിയയുടെ പേപ്പർ ദിയയുടെ ടീച്ചർ അല്ല കറക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ആരുടെയും പേപ്പേഴ്സ് നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ല കറക്റ്റ് ചെയ്യുന്നത്. ഇതൊരു പബ്ലിക് എക്സാം ആയതുകൊണ്ട് ഏതോ സ്റ്റേറ്റിലത്തെ, ഇപ്പോൾ കൊല്ലത്തിലുള്ള ടീച്ചറായിരിക്കും കോഴിക്കോടുള്ള കുട്ടിയുടെ ആൻസർ പേപ്പർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവർക്ക് ഇത് ദിയയാണ്, ഇത് ഷബ്ന ആണ്, ഇത് ആദിലയാണ് എന്നുള്ളത് അവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല. ഇത് ഏതോ ഒരു എക്സ് എന്ന കുട്ടിയുടെ പേപ്പർ. അപ്പൊ അവർ നിങ്ങൾക്ക് ഒരു വിധത്തിലും അവർ നിങ്ങളെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് സ്കോർ കൂടുതൽ തരാനോ പോയിന്റ്സ് കൂടുതൽ തരാനോ, അറിയുന്ന ടീച്ചർ ആണെങ്കിൽ ആ പാവ എൻ്റെ കുട്ടി ഇത്രയെങ്കിലും എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു മാർക്ക് ഇട്ട് അല്ലെങ്കിൽ 1/2 മാർക്ക് ഇട്ട് തരും. ഔട്ട്സൈഡേഴ്സ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അൺനോൺ ആയിട്ടുള്ള ഇൻവിജിലേറ്റേഴ്സ് ആവുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കൺസിഡറേഷനും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇത് വന്നിട്ട് സ്കൂൾ എക്സാംസിന് മാത്രമാണോ, +2 +1 +2 കോളേജ് എക്സാംസ്, സെമസ്റ്റേഴ്സ്, ഇതിനൊക്കെ ആപ്ലിക്കബിൾ ആണ് ഞാൻ ഈ പറയുന്ന റൂള്. നിങ്ങൾ എത്ര പഠിക്കുന്നു ഭാവിയിൽ എല്ലാ എക്സാംസിലും ഞാൻ പറയുന്നത് ആപ്ലിക്കബിൾ ആണ്. ആ സ്റ്റേജ് ക്രോസ് ചെയ്തിട്ടല്ലേ ഞാനും വന്നിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, നിങ്ങൾ എഴുതുന്നത് കഴിയുന്നതും ഇൻവിജിലേറ്റർക്ക് വായിക്കാൻ സുഖമുള്ള രീതിയിൽ എഴുതുക. ഇത് ഏത് ഇൻവിജിലേറ്റർ ആണെങ്കിലും എക്സ്പെക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു നറേറ്റീവ് എഴുതാൻ പറഞ്ഞു, ഒരു കുട്ടി ഒരു പേജ് ഫുള്ള് നറേറ്റീവ് എഴുതി, ഒരു ബ്രേക്കും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതുപോലെ എഴുതി പോയാൽ അത് വായിക്കുമ്പോൾ അവർക്ക് ഒരു മടുപ്പ് വരും. ഷോ ഇത് ഇനിയുണ്ടല്ലോ വായിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും മിസ്റ്റേക്ക്, നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. മറ്റേതിങ്ങനെ എന്താ പറയുക കാക്കറ പൂക്കറന്ന് എഴുതുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ച്, ഇപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പറയുകയാണെങ്കിൽ ഒരുപാട് നീറ്റൊന്നും അല്ല മിസ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, പക്ഷെ ലെജിബിൾ ആണ്. അവിടെ എന്താ നോക്കേണ്ടത്, ഹാൻഡ് റൈറ്റിംഗ് എന്താണ്, ലെജിബിലിറ്റി വേണം. ഒരുപാട് കേഴ്സീവ് റൈറ്റിംഗിൽ എഴുതി സമയം കളയുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ സ്പീഡായിട്ട് എഴുതിക്കോളൂ, ബട്ട് ദർ ഷുഡ് ബി ലെജിബിലിറ്റി. വാട്ട് ഇസ് മീൻ ബൈ ലെജിബിലിറ്റി? ഇറ്റ് ഷുഡ് ബി ലെജിബിൾ എന്ന് പറയും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആണോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. വാട്ട് ഇസ് മീൻ ബൈ ഓഡിബിലിറ്റി? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന കാര്യം, ദാറ്റ് ഈസ് കോൾഡ് ഓഡിബിലിറ്റി. അതേപോലെ ലെജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയത് വായിക്കാൻ പറ്റണം, ദാറ്റ് ഈസ് കോൾഡ് ലെജിബിലിറ്റി. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ആൻസർ പേപ്പർ ഹാസ് ടു ബി ലെജിബിൾ. അപ്പോൾ ലെജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ്, നിങ്ങളൊരു 8-10 ലൈനുകൾ എഴുതി കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ചെയ്ത് അടുത്ത ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത പാരഗ്രാഫായിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ എത്ര പാരഗ്രാഫ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ മാർക്ക്, പിന്നെ ക്വസ്റ്റ്യൻ്റെ തീം, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 മാർക്സിന് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഒരു 1.5 പേജസ് എങ്കിലും നിങ്ങൾ എഴുതണം. 1.5 പേജസ് എന്ന് പറഞ്ഞാൽ ഒരു 5 പാരഗ്രാഫ് എളുപ്പം എഴുതിക്കൂടെ? എഴുതാൻ പറ്റും, പറ്റില്ലടാ? 5 പാരഗ്രാഫ്സ് എഴുതാൻ പറ്റില്ലേ 1.5 പേജ് എന്ന് പറയുമ്പോൾ? ലോങ് ഷീറ്റ് അല്ലേ തരുന്നത്, ആ ലോങ് ആയിട്ടുള്ള പേപ്പർ, അൺറൂൾഡോ റൂൾഡോ എങ്ങനെയോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, പാരഗ്രാഫ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാര്യം മൈൻഡിൽ എപ്പോഴും വെക്കാം. ഓക്കെ, ഇത് വെറും റിവ്യൂവിന് മാത്രമല്ല, നറേറ്റീവ്, സ്റ്റോറി, ക്യാരക്ടർ സ്കെച്ച്, ഇതിനൊക്കെ. ക്യാരക്ടർ സ്കെച്ച് വന്നിട്ട് നമുക്ക് എന്താ പറയുക, അത്രയും നമ്മൾ ബ്രേക്ക് ചെയ്ത് എഴുതിയാൽ നല്ല രസമാണ് വായിക്കാൻ. ഓക്കെ, മറ്റേത് ഒരേ പാരഗ്രാഫിൽ വായിച്ചുകൊണ്ട് പോകുന്നതിനെക്കാട്ടിലും ഒരു ക്യാരക്ടർ, ഒരു വ്യക്തിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതുന്ന കാര്യമാണ് ക്യാരക്ടർ സ്കെച്ച് അല്ലെ, കഥാപാത്ര നിരൂപണം എന്ന് പറയും മലയാളം മീഡിയത്തിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് അത്രയും ബ്രേക്ക് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ പിന്നീട് ആൻസർ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സമയം കിട്ടി. ലാസ്റ്റ് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റ്സ് റീഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമോ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്ഷൻ. ഇത് മറ്റേത് ഒറ്റ സ്ട്രെച്ചിൽ എഴുതിയാൽ അത് പറ്റില്ല. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ കോണ്ടന്റിലേക്ക് വരാം. ഇന്ന് നമ്മൾ ലെറ്റർ റൈറ്റിംഗ് ആണ് നോക്കുന്നത്. ലെറ്റർ റൈറ്റിങ്ങിന് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഫോർമാറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കുന്ന ലെറ്റർ റൈറ്റിംഗ് വന്നിട്ട് ഇൻഫോർമൽ ലെറ്റർ ആണ് ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടില്ല, 2024 മാത്രമാണ് ഞാൻ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇയർ എല്ലാം ക്വാർട്ടർലി ഹാഫ് ഇയർലിയിലൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫോർമൽ ലെറ്റർ, ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ, അല്ലെങ്കിൽ പിന്നെ ഫാദർ മദർ അങ്കിൾ ഇങ്ങനെയുള്ളവർക്ക് എഴുതുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ. നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ എക്സാമിന് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിലോ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനോ മറ്റോ നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ് ഒക്കെ എഴുതിയിട്ട് നമ്മളിപ്പോൾ ഒരു വലിയ ഓഫീസറിനൊക്കെ ലെറ്റർ എഴുതുകയാണെങ്കിൽ അങ്ങനെയല്ലേ കൊടുക്കുക? അങ്ങനത്തെ ലെറ്റർ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് ഓർത്ത് പറയാമോ? ഫോർമൽ ലെറ്റർ വന്നിട്ടുണ്ടോന്ന്? യെസ്, വന്നിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഫോർമൽ ലെറ്റർ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാം? ഇൻഫോർമൽ ലെറ്ററിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ആദ്യം തന്നെ ഒരു ലെറ്ററിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? ഫോർമൽ ആയാലും ഇൻഫോർമൽ ആയാലും ബേസിക് ആയിട്ട് അതിന്റെ വേണ്ടത് ഡേറ്റ്. ഡേറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നിങ്ങളിപ്പോൾ ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഡേറ്റ് ഫസ്റ്റ് എഴുതണം, ടോപ്പിൽ ഡേറ്റ് എഴുതണം. ഇനി ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് സ്കൂളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനൊരു ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം, ഞാനൊക്കെ പഠിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ടോപ്പിലാണ് എഴുതാൻ പറയുക. ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റിൽ, അതായത് ഇടത് ഭാഗത്ത് ടോപ്പിൽ, ലെഫ്റ്റിൽ ടോപ്പിലാണ് ഡേറ്റ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? ലെഫ്റ്റ് സൈഡ് എല്ലാം ഒരു സൈഡിൽ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വാട്ട് അബൌട്ട് ദിയ? യെസ് മാം, അങ്ങനെ തന്നെയാണ്. ലെഫ്റ്റില് അല്ലെ? ഓക്കെ. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഒരു CBSE ഒരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് ഹിന്ദിയിൽ ലെറ്റർ, ആ കുട്ടി 10th അല്ല 7th ലാസ്റ്റ് ഇയർ ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു ലെറ്റർ റൈറ്റിംഗ് ചോദിച്ചു. അപ്പൊ ഞാൻ എഴുതി കൊടുത്തപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു, ടീച്ചർ ഡേറ്റ് ഒക്കെ ഞങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ എഴുതാൻ പാടില്ല, സോറി റൈറ്റിൽ എഴുതണം, ലെഫ്റ്റിൽ എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സ്കൂൾസിൽ ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചില ലെറ്റേഴ്സ് ലെഫ്റ്റിൽ കൊടുക്കും ഡേറ്റ്, ചിലത് റൈറ്റിൽ കൊടുക്കും. അപ്പം നിങ്ങളുടെ സ്കൂളിൽ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ പഠിച്ചത് നിങ്ങൾ പറയുന്ന പോലെ ലെഫ്റ്റ് ടോപ്പിൽ ഡേറ്റ് എഴുതാനാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങളുടെ പ്ലേസ് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഓരോ ഡിസ്ട്രിക്റ്റിലായിരിക്കും. ഒരാൾ പാലക്കാടായിരിക്കും, ഒരാൾ കോഴിക്കോടായിരിക്കും, ഒരാൾ കൊല്ലമായിരിക്കും, അല്ലേ? ഓരോരുത്തർ ഓരോ ഡിസ്ട്രിക്റ്റ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ആ ഡിസ്ട്രിക്റ്റിന്റെ പേര് എഴുതാണ്ടിരിക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ കോഴിക്കോടാണ്, അപ്പം ഞാൻ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിനെക്കാട്ടിലും ഞാൻ തൃശ്ശൂരിന്നോ പാലക്കാടെന്നോ എഴുതുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായോ? പിടികിട്ടിയവർക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ തംസപ്പ് തരാം. മനസ്സിലായവർക്ക് തംസപ്പ് തരാം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ പ്ലേസ് എഴുതാണ്ട് വേറൊരു പ്ലേസ് എഴുതൂന്ന് ഞാൻ പറയാണ്. കാരണം ഇത് പബ്ലിക് എക്സാം ആണ്, ബോർഡ് എക്സാം ആണ്, അല്ലെ? ബോർഡ് എക്സാം എന്ന് പറഞ്ഞാൽ അന്ന് ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, ബോർഡ് എക്സാം മീൻസ് വാട്ട് എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ആരോ ചോദിച്ചു. ബോർഡ് എക്സാം മീൻസ് പബ്ലിക് എക്സാം. പബ്ലിക് എക്സാമിൽ നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്ത് വരാൻ പാടില്ല. നിങ്ങളുടെ നെയിമോ, നിങ്ങളുടെ ക്ലാസ്സോ, നിങ്ങളുടെ സ്കൂൾ നെയിമോ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തീരെ വരാൻ പാടില്ല, പേരും വരാൻ പാടില്ല. സോറി, ഞാൻ എന്താ പറയുന്നത്, രജിസ്റ്റർ നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ. നിങ്ങളുടെ നെയിം പാടില്ല, റോൾ നമ്പർ പാടില്ല, ID നമ്പർ, നിങ്ങളുടെ സ്കൂളിലുള്ള ID നമ്പറോ കാര്യങ്ങളോ ഒന്നും എഴുതാൻ പാടില്ല, പ്ലേസും എഴുതാൻ പാടില്ല. രജിസ്റ്റർ നമ്പർ മാത്രമേ അതിൽ എഴുതാൻ പാടുള്ളൂ. മക്കളെ, മിസ്സിന് പെട്ടെന്ന് ഒരു സ്ലിപ്പ് വന്നതാണ്, രജിസ്റ്റർ നമ്പർ എഴുതണം കേട്ടോ. യു ഹാവ് ടു റൈറ്റ് ദ രജിസ്റ്റർ നമ്പർ, ദാറ്റ് ഈസ് ദ ഓൺലി തിങ് യു ഹാവ് ടു റൈറ്റ്. പെട്ടെന്ന് ഒരു സ്ലിപ്പ് വന്നതാണ്, സോറി. ഓക്കെ. അപ്പോൾ രജിസ്റ്റർ നമ്പർ മാത്രമേ നിങ്ങൾക്ക് എഴുതാനുള്ളൊരു ഫ്രീഡം അവിടെയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്ലേസ് എഴുതാണ്ട് പകരം വേറെ ഡിസ്ട്രിക്റ്റിൻ്റെ എഴുതുക. ഓക്കെ. ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൊച്ചിന്നോ എറണാകുളമെന്നോ അങ്ങനെ എന്തോ ആണ് കൊടുത്തത്. ഓക്കെ. ഞാൻ കൊച്ചിന്ന് എല്ലാത്തിലും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് എന്തോ ആ സമയത്ത് മനസ്സിൽ എളുപ്പം തോന്നി, KOCHI കൊച്ചി അല്ലേ, അപ്പം അതുകൊണ്ട് കൊച്ചിന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, പ്ലേസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് ഫ്രണ്ടിനാണെങ്കിൽ ഡിയർ പറഞ്ഞിട്ട് ഇപ്പോൾ രാഹുൽ എന്നാണ് ഫ്രണ്ടിന്റെ പേരെങ്കിൽ ഡിയർ രാഹുൽ എന്ന് എഴുതുക. ഗേൾ ആണെങ്കിൽ ഡിയർ അനു ആണെങ്കിൽ ഡിയർ അനു, ഷീല ആണെങ്കിൽ ഡിയർ ഷീല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ഈ ഡിയർ എന്ന് വെച്ചിട്ട് തുടങ്ങുന്നില്ലേ,
ഇതിനെ നമ്മൾ എന്താ പറയാ, സാല്യൂട്ടേഷൻ എന്ന് പറയും. എന്താണ് സാല്യൂട്ടേഷൻ? സാല്യൂട്ടേഷൻ എപ്പോഴും കൊടുത്തിരിക്കണം. ഇതിപ്പോ നേരെ മറിച്ച് നിങ്ങളിപ്പോ ഒരു ടീച്ചർ എന്നാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയും? റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം. ഓക്കെ, ഇപ്പൊ ഹെഡ് മാസ്റ്ററിന് എഴുതുകയാണെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്ന് എഴുതാം. ഹെഡ് മിസ്ട്രസ് എന്നാണെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം എന്ന് എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പൊ 3 പോയിന്റ്സ് പറഞ്ഞു: ഡേറ്റ്, പ്ലേസ്, പിന്നെ സാല്യൂട്ടേഷൻ. ഇനിയിപ്പോൾ നെക്സ്റ്റ് താഴേക്ക് വരിക. താഴെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങളുടെ കോണ്ടന്റ്, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ കോണ്ടന്റ് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് അവിടെ അറിയിക്കുക. അപ്പം ആദ്യം തന്നെ പറയരുത് മൈ ബർത്ത്ഡേ ഈസ് ഓൺ ഇന്ന ഡേ, പ്ലീസ് കം ആൻഡ് അറ്റൻഡ് ദ ബർത്ത്ഡേ പാർട്ടി എന്ന് ആദ്യം അങ്ങനെ പറയരുത്. ഫസ്റ്റ് അവനോട് സുഖമാണോ എന്ന് ചോദിക്കുക. ഹൗ ആർ യു? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് അല്ലെങ്കിൽ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഹൗ ആർ യുവർ പേരൻസ്? ഓക്കെ, എന്നിട്ട് പറയാം ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ദാറ്റ് മൈ ബർത്ത്ഡേ falls on February 14th and I want you to attend my birthday party. Hence, I request you to come to my home and attend my birthday party so that we all can have fun and joy. അത്രയേ ഉള്ളൂ. ഇതൊരു സംഗതി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു, കണ്ടന്റ് കഴിഞ്ഞു. കണ്ടന്റിന് 2 മാർക്കേ ഉള്ളൂ, മാക്സിമം 2.5 മാർക്ക്. ബാക്കി ഡേറ്റിനും പ്ലേസിനും ഒക്കെയാണ് മാർക്ക് പോകുന്നത്. 1.5 മാർക്ക് അവിടെ അതിനൊക്കെ പോകും. ഡേറ്റ് എഴുതിയില്ലെങ്കിൽ 1/2 മാർക്ക് കട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എഴുതാം. ലാസ്റ്റിൽ എന്ത് എഴുതും നിങ്ങൾ? ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോഷർ എങ്ങനെ വരും? ഫ്രണ്ട് ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതിയാൽ മതി. നിങ്ങളുടെ സുഹൃത്തല്ലേ യുവേഴ്സ് ലവിംഗ്ലി. അപ്പൊ അമ്മയ്ക്കാണ് ലെറ്റർ എഴുതുന്നെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതിയാൽ എന്താ? അങ്ങനെയല്ലേ നമ്മൾ എഴുതാം, യുവേഴ്സ് ലവിംഗ്ലി. താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നെയിം എഴുതുക. നിങ്ങളുടെ നെയിം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളൊരു സൈനും കൂടെ ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. നെയിം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, വീണ്ടും പറയാം, നിങ്ങളുടെ സ്വന്തം പേര് എഴുതരുത്. ഓക്കെ, ഇപ്പോൾ 2 കേസസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന് വന്നിട്ട് നിങ്ങളെ തന്നെ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 2 രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ലെറ്റർ എഴുതുന്നു എന്നാണെങ്കിൽ നിങ്ങളുടെ നെയിം എന്തായിട്ട് കൊടുക്കണം? XYZ എന്നോ ABC എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുക്കുക. എന്നിട്ട് താഴെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അങ്ങോട്ട് ഇങ്ങനെ ഗിറുകിറുന്ന് എഴുതി വെക്കുക. എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവരായിരിക്കില്ലേ, അപ്പോൾ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുക. അത് സൈനായിട്ട് അവിടെ കൺസിഡർ ചെയ്തോളൂ. ഇനി ഏതെങ്കിലും ഒരു ക്യാരക്ടർ, നിങ്ങൾ പഠിച്ച സ്റ്റോറിയിലത്തെ ഏതെങ്കിലും ക്യാരക്ടർ വേറൊരു കുട്ടിക്ക് അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറിന് ലെറ്റർ എഴുതും എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്യാരക്ടറുടെ നെയിം ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ആ കുട്ടിയാണ് ക്യാരക്ടർ എന്ന് വിചാരിക്കൂ. ആ കുട്ടി അവന്റെ ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നു. അതിന് നെയിം ഉണ്ടോ ഈ കുട്ടിക്ക്? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിൽ നെയിം ഉണ്ടോ? ക്യാരക്ടറിന് കുട്ടിക്ക് നെയിം ഉണ്ടോടോ? നെയിം ഉണ്ടെങ്കിൽ നോ. ഓക്കെ, ദ ബോയ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ, വേറെ ഒന്നും അതിൽ പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക? ബോയ്ക്ക് നെയിം ഒന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ABC അല്ലെങ്കിൽ XYZ, ഈ 2 എണ്ണം മൈൻഡിൽ വെച്ചോളൂ. ഒന്ന് ABC, മറ്റേത് XYZ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ ബോയിന്റെ പേര് സ്റ്റോറിയിൽ, ഇപ്പൊ ചില സ്റ്റോറീസിലെ ക്യാരക്ടറിന് നെയിം ഉണ്ടല്ലോ, അങ്ങനെ ക്യാരക്ടർ പേരുള്ള സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറുടെ നെയിം തന്നെ നമ്മളവിടെ മെൻഷൻ ചെയ്യണം. ഇപ്പൊ കാസ്റ്റവേ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നീലകണ്ഠ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. നീലകണ്ഠയാണ് ഇപ്പൊ ലെറ്റർ എഴുതുന്നതെങ്കിൽ താഴെ നിങ്ങൾ യുവേഴ്സ് ലവിംഗ്ലി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നീലകണ്ഠ എന്ന് നിങ്ങൾ എഴുതണം അവിടെ. അല്ലെങ്കിൽ പിന്നെ അതവിടെ മാർക്ക് പോകും. അവിടെ നിങ്ങൾ XYZ ABC എന്ന് എഴുതരുത്. ഓക്കെ, അപ്പൊ 2 രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്നിൽ നിങ്ങളുടെ സ്വന്തം ഫ്രീഡത്തിന് അവർ വിട്ടുതരും ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പിന്നെ സ്റ്റോറിത്തെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ലെറ്റർ എഴുതുന്ന പോലെ. അപ്പൊ ഇതുപോലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പക്ഷെ ബോയ്ക്ക് പേരില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം? XYZ എന്ന് അല്ലെങ്കിൽ ABC എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ലെറ്റർ ഒന്ന് എഴുതി നോക്കാം. മിസ്സിന്റെ സ്റ്റൈലിൽ ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ആദ്യം നോക്കൂ. ദ ബോയ് ഇൻ ദ സ്റ്റോറി. യെസ്, ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യാം. ദിയ, പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. Yes, ma'am. The boy in the story, Adventures in a Banyan Tree, was very much thrilled about his acquaintance. Ma'am, what is this? Acquaintance. Acquaintance. Oh, acquaintance with the acquaintance
with ma'am screen. It's visible. Okay. Yes, ma'am. Accountants with the grey squirrel. He writes a letter to one of his friends, feeling him about his friendship with the squirrel. Prepare the likely letter. Okay. What is meant by acquaintance? He is much thrilled about his acquaintance with the grey squirrel. Acquaintance means company. Okay, കൂട്ട് ചങ്ങാത്തം ചങ്ങാത്തം അല്ലെങ്കിൽ കൂട്ടുകൂടിയ ഫ്രണ്ടിൻ്റെ ആയിട്ടുള്ള അതിനെയാണ് അക്വൈൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അക്വൈൻറ്റൻസിൽ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അക്വൈൻറ്റൻസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, ഒരുപാട് ചങ്ങാത്തമുണ്ട്, കുറേ പേരായിട്ട് ഞാൻ ചങ്ങാത്തത്തിലാണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. Okay, so the boy in the story Adventures in a Banyan Tree was very much thrilled about his acquaintance with the grey squirrel. സ്റ്റോറി എന്താണെന്ന് അറിയാലോ, അതിലൊരു സ്ക്വിറലിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ സ്ക്വിറലായിട്ട് നമ്മുടെ ബോയ് ഭയങ്കര ക്ലോസ് അക്വൈൻറ്റൻസിലാണ്. സോ ഹി റൈറ്റ്സ് എ ലെറ്റർ ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ടെല്ലിംഗ് ഹിം അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു സ്ക്രീനിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലെറ്റർ റൈറ്റിംഗ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്നത്തെ ഡേറ്റ് എഴുതുകയാണ്. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണ്ട. ഓക്കെ, DD ഇങ്ങനെ എഴുതാൻ നിൽക്കണ്ട, ഡയറക്റ്റ് ഡേറ്റ് കൊടുക്കുക. സോ ടുഡേ ഈസ് 1/2/2025, റൈറ്റ്? ഫെബ്രുവരി 1st. ഇനി പ്ലേസ് നമുക്ക് എന്ത് കൊടുക്കാം? എന്തെങ്കിലും ഒരു പ്ലേസ്. ഈ റസ്കിൻ ബോണ്ടിൻ്റെ സ്റ്റോറീസൊക്കെ ബേസിക്കലി കുറേ സ്റ്റോറീസ് അദ്ദേഹത്തിൻ്റെ മുസൂറി എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. അപ്പം ഞാൻ അതേ മൈൻഡിൽ വെച്ചിട്ട് മുസൂറി എന്ന് കൊടുക്കാം കേട്ടോ. ഇത് എവിടെയോ ദൂരെ കിടക്കുകയാണ് മുസൂറി കേട്ടോ, ഉത്തരാഖണ്ഡിലുള്ള പ്ലേസ് ആണ് ഈ മുസൂറി. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മുസൂറി എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ താഴെ ഞാൻ ഫ്രണ്ടിനാണല്ലോ ലെറ്റർ എഴുതുന്നത്, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഉടനെ തൊട്ട് താഴെയല്ല ഒരു സ്പേസും കൂടെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡിയർ ഫ്രണ്ടിന് ഞാനൊരു പേര് കൊടുക്കാം. ലെറ്റ് മീ ഗിവ് ദ നെയിം ആസ് അജയ്. ഡിയർ അജയ്. ഓക്കെ, ഡിയർ അജയ് കഴിഞ്ഞ് കോമ വേണമെങ്കിൽ കോമ കൊടുക്കാം, കമ്പൽസറി അല്ല. ഒരു ലൈൻ കൂടെ ലീവ് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ അജയ്, ഹൗ ആർ യു? എൻ്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഞാൻ ടൈപ്പ് ചെയ്യുന്നത് വിസിബിൾ അല്ലേ? ടൈപ്പ് ചെയ്ത് തന്നെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഓക്കെ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഹൗ ആർ യുവർ പേരൻസ്? അതും കൂടെ ചോദിക്കാം, ഹൗ ആർ യുവർ പേരൻസ്. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലെറ്റർ എഴുതുന്നതിൻ്റെ ഉദ്ദേശം പറയാം. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ some interesting experiences about my acquaintance. ആ വേർഡ് ആൻസറിൽ യൂസ് ചെയ്യുക കേട്ടോ എവിടെയെങ്കിലും. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സം ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസസ് അബൌട്ട് മൈ അക്വൈൻറ്റൻസ് വിത്ത് ഗ്രേ സ്ക്വിറൽ. സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സ്ക്വിറൽ? വാട്ട് ഈസ് സ്ക്വിറൽ? എന്താണോ സ്ക്വിറല്? അണ്ണാൻ. ആ, ഓക്കെ, സ്ക്വിറൽ. ഓക്കെ, അപ്പോൾ ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സം ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസസ് വിത്ത് മൈ അക്വൈൻറ്റൻസ് വിത്ത് എ ഗ്രേ സ്ക്വിറൽ ഇൻ മൈ ഗാർഡൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഈ സ്ക്വിറലിനെ മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്ക്വിറലായിട്ട് ഇത്ര ഒരു അക്വൈൻറ്റൻസ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ദ സ്റ്റോറി. എന്താണ് ദ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി ബൈ റസ്കിൻ ബോണ്ട് അബൌട്ട് എ ബോയ് ഹു ബീഫ്രണ്ട്സ് എ ബാനിയൻ ട്രീ ഇൻ ഹിസ് ബാക്ക്യാർഡ്. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പിന്നാമ്പുറം, നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്, മുറ്റം ഫ്രണ്ടിലുള്ളത്, അതിൻ്റെ ബാക്കിലുള്ളതിനാണ് ബാക്ക്യാർഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻ മൈ ഗാർഡൻ എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഇൻ മൈ ബാക്ക്യാർഡ് എന്ന് പറയാം. വിത്ത് മൈ അക്വൈൻറ്റൻസ് വിത്ത് എ ഗ്രേ സ്ക്വിറൽ ഇൻ മൈ ബാക്ക്യാർഡ്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒരു സമ്മറി നോക്കാം. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ബോയ് who lives with his grandparents near the Himalayas. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുസൂറി കൊടുത്തതിൽ തെറ്റില്ല. പ്ലേസ്. The boy spends a lot of time in the banyan tree, playing, exploring and reading books. He builds a platform in the tree
where he reads and looks out at the world. The boy befriends a grey squirrel that eventually becomes comfortable enough to eat from his hands. Okay, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലൈൻ ഒന്ന് എടുക്കുകയാണ്. The boy befriends a grey squirrel that eventually becomes comfortable enough to eat from his hands. അപ്പോൾ ഞാൻ ഇവിടെ പറയാണ് it was a small, okay, ഞാൻ ഇവിടേക്ക് വരാം. നെക്സ്റ്റ് സെന്റൻസ്, it was a small squirrel when I saw him for the first time. Okay, പിന്നെ at first it was അല്ലെങ്കിൽ he was. ഇപ്പം നമ്മൾ നിങ്ങൾ സ്ക്വിറലിനൊരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ സ്മോൾ സ്ക്വിറൽ വെൻ ഐ സോ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം അങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഒരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹീ എന്നോ ഷീ എന്നോ ഒക്കെ പറയാം. എനിവേസ് നമ്മൾ ഇറ്റ് എന്ന് തന്നെ പോകാം, കാരണം ഒരു അനിമൽ അല്ലേ, അപ്പോൾ ഇറ്റ് എന്ന് തന്നെ പറയും. സോ ഇറ്റ് വാസ് എ സ്മോൾ സ്ക്വിറൽ വെൻ ഐ സോ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് അഫ്രൈഡ് ഓഫ് ഈറ്റിംഗ് from my hands. Later പിന്നെയും ഇറ്റ് എന്ന് പറയണ്ട, the squirrel started coming closer to me and I started feeding it from my own hands. This continued for many days and finally it became one of my best friends in the backyard. അപ്പോൾ ഇതിങ്ങനെ കുറേ ദിവസം കണ്ടിന്യൂ ആയി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഫൈനലി എന്താണ്, അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിട്ട് മാറി. ഓക്കെ, അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് അഫ്രൈഡ് ഓഫ് ഈറ്റിംഗ് ഫ്രം മൈ ഹാൻഡ്സ്. ലേറ്റർ ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് കമ്മിങ് ക്ലോസർ ടു മീ ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഫീഡിങ് ഇറ്റ് ഫ്രം മൈ ഓൺ hands. ഇവിടെ ഓൺ എന്നുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫീഡിങ് ഇറ്റ് ഫ്രം മൈ ഹാൻഡ്സ്. ദിസ് കണ്ടിന്യൂഡ് ഫോർ മെനി ഡേയ്സ് ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കെയിം വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ ബാക്ക് യാർഡ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. നമുക്ക് എന്ത് പറയാം, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ. there are not only squirrels but many other creatures in my garden. ഇവിടെ ഗാർഡൻ എന്നോ ബാക്ക് യാർഡ് എന്നോ എങ്ങനെ വേണമെങ്കിൽ കൊടുത്തു. ആദ്യം എഴുതുമ്പോൾ ബാക്ക് യാർഡ് എന്ന് കൊടുക്കുക. ബട്ട് മെനി അതർ ക്രിയേച്ചേഴ്സ് ഇൻ മൈ ഗാർഡൻ. പിന്നെ അതേപോലെ 3 ചെറിയ സ്ക്വിറൽസ് ഉണ്ട് എന്ന് ലാസ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ. നൗ ദ നമ്പർ ഓഫ് സ്ക്വിറൽസ് is not just 1, rather it is 3 എന്നിട്ട് പറഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കൊടുക്കും. ഇത് മിസ്സിൻ്റെ ഓൺ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അതിങ്ങനെ നൗ ദ നമ്പർ ഓഫ് സ്ക്വിറൽസ് ഇസ് നോട്ട് ജസ്റ്റ് 1, rather it is 3. rather എന്ന് പറഞ്ഞാൽ എന്നാൽ ഇപ്പോൾ 3 എണ്ണമാണ്, ഒന്നല്ല. എന്നിട്ട് അവനോട് ചോദിക്കുക, ആ കുട്ടീനോട്, അജയ് എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിക്കുക, aren't you excited to meet my squirrels? Aren't you excited to meet my squirrels? When are you going to come to my house at Mussoorie? Expecting എന്നിട്ട് പറയാ ലാസ്റ്റിൽ എന്ത് ചെയ്യുക, expecting a sooner reply from you. നിന്റെ അടുത്തുനിന്ന് ഒരു സൂണർ റിപ്ലൈ അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റിൽ യുവേഴ്സ് ലവിങ്ലി താഴെ ക്യാരക്ടറിന് നെയിം ഇല്ലാത്തതുകൊണ്ട് ABC അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇത് എഴുതി കഴിഞ്ഞാൽ 5 മാർക്സ് റെഡി. അപ്പോൾ എന്തൊക്കെയാണ്, ഡേറ്റ്, പ്ലേസ്, സാല്യൂട്ടേഷൻ, കോണ്ടന്റ്, ദെൻ ക്ലോഷർ ആൻഡ് ഫൈനലി യുവർ സിഗ്നേച്ചർ ഓൾസോ. അപ്പോൾ ഇതിന് തന്നെ 3 മാർക്ക്. അപ്പോൾ ബാക്കി 2.5 മാർക്ക്. ബാക്കി കണ്ടന്റിന് വെറും 2.5 മാർക്കിൻ്റെ കാര്യമേ ഉള്ളൂ. ഇത് എഴുതിക്കൂടെ? അപ്പോൾ ഇത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, സ്റ്റോറി ആദ്യം നല്ലോണം അറിയണം. ഈ സ്റ്റോറി നിങ്ങൾക്കൊക്കെ അറിയോ, നല്ല ക്ലിയർ ആയിട്ട് അറിയോ? അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ക്ലിയർ ആയിട്ട് അറിയോ മക്കളെ? ഇല്ലെങ്കിൽ അത് ക്ലാസ് എടുത്തു തരാം. അതും ഞാൻ ക്ലാസ് എടുത്തു തരാം.
കാരണം ഇത് നല്ലൊരു സ്റ്റോറിയാണ്, റസ്കിൻ ബോണ്ടിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഇതിലങ്ങനെ ബുദ്ധിമുട്ടുള്ള പാർട്സ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ലെറ്റർ റൈറ്റിംഗ് വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഇന്ന് ഓരോന്നിരിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡയറി റൈറ്റിംഗിലേക്ക് പോവാം. ഡയറി റൈറ്റിംഗ് നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലാണ് വരുന്നത്. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻ 19 ഒന്ന് നോക്കാം. ഓക്കെ, ഇതിലൊക്കെ ചോയ്സ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും എളുപ്പം, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം വഴങ്ങുന്നത് ഏതാണോ അതൊക്കെ പഠിച്ചു വെക്കുക. ഡയറി, ലെറ്റർ ഇതൊന്നും ഒഴിവാക്കില്ല ആരും. ഡയറി, ലെറ്റർ, നോട്ടീസ് ഇത് മൂന്നും കഴിയുന്നത് ഒഴിവാക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ പിന്നെ നറേറ്റീവ് ഒക്കെ ഒന്ന് അതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ തെറ്റില്ല. പാരഗ്രാഫ് അതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ തെറ്റില്ല. എല്ലാം എഴുതാനും പറ്റില്ലല്ലോ നമുക്ക്. ഓക്കെ, അതേപോലെ അപ്രിസിയേഷൻ പിന്നെ നിങ്ങൾക്ക് മസ്റ്റ് ആണ്, അതെന്തായാലും എഴുതിയേ പറ്റൂ. ഏതെങ്കിലും ഒന്നിന്റെ അപ്രിസിയേഷൻ എഴുതിയേ പറ്റൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. യെസ്, Neelakanta was quite shocked when he saw Kiran pulling out the missing inkstand from his box. Neelakanta, name of the character ആണ്. Okay, Neelakanta was quite shocked when he saw Kiran pulling out the missing inkstand from his box. ആരുടെയാണ് the missing inkstand? കിരണിന്റെ ആണോ നീലകണ്ഠന്റെ ആണോ? നോക്കാം. He was upset that Kiran had found out his prank. അപ്പൊ നീലകണ്ഠ ഒരു പ്രാങ്സ്റ്റർ ആണ്, കുറേ കുസൃതികൾ കാണിക്കുന്ന അല്ലെങ്കിൽ കുറേ എന്താണ് നോട്ടി ആയിട്ടുള്ള ഒരു ബോയ് ആണ്. വളരെ കുറുമ്പ് ഒരുപാട് കാണിക്കുന്ന ഒരു ബോയ് ആണ് നീലകണ്ഠ. നീലകണ്ഠ was quite shocked when he saw Kiran pulling out the missing stand from his box and he was upset that Kiran had found out his prank. കിരൺ അവന്റെ കള്ളത്തരം കൈയോടെ പിടിച്ചത് അറിഞ്ഞപ്പോൾ അവന് അപ്സെറ്റ് ആയി. His last hope of proving himself innocent failed miserably. അവന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു അവനെ എങ്ങനെയെങ്കിലും ഞാൻ നിരപരാധിയാണ്, ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള അവന്റെ ലാസ്റ്റ് ഹോപ്പും എന്തായി, അവസാനത്തെ പ്രതീക്ഷയും ഫെയിൽഡ്. ഇറ്റ് വാസ് ഫെയിൽഡ് മിസറബിളി. ഹി ഡിസൈഡഡ് ടു ലീവ് ദ ഹൗസ്. വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. ബിഫോർ ലീവിംഗ് ഹി ജോട്ടഡ് ഡൗൺ ഹിസ് ഫീലിംഗ്സ് ഇൻ ഹിസ് ഡയറി. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദ കാസ്റ്റവേ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്നാണ് ഡയറി വന്നിരിക്കുന്നത്. അപ്പം അതിലത്തെ ക്യാരക്ടേഴ്സ് ആണ് മെയിനായിട്ട് നീലകണ്ഠ, പിന്നെ നീലകണ്ഠയുണ്ട്, പിന്നെ എന്താണ് അവര് നീലകണ്ഠ വന്നിട്ട് ഒരു ഓഫൺ ബോയ് ആണ്. നീലകണ്ഠ പോകുന്നത് കിരൺ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വീട്ടിലേക്കാണ് അല്ലെ, കിരൺ ആൻഡ് അവർ ഹസ്ബൻഡ് ശരത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ബേസ് ചെയ്തിട്ട് അതിന്റെ ഡയറി എഴുതണം. അപ്പൊ ഞാൻ ഇപ്പൊ ഡയറിയിലേക്ക് കൊണ്ടുപോവാം. ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട രണ്ട് കാര്യം, അവിടെ നമ്മൾക്ക് ലെറ്ററിൽ എന്തൊക്കെയായിരുന്നു, ഡേറ്റും പ്ലേസും ആയിരുന്നു. ഇവിടെ നമുക്ക് ഡേറ്റും ടൈമുമാണ് വേണ്ടത്, ഡയറി ആണല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുക, അഗെയിൻ ഐ എം റൈറ്റിംഗ് ടുഡേസ് ഡേറ്റ്. ഡേറ്റ് ഇങ്ങനെയും എഴുതാം, 1/2/2025 അങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന പോലെ 1st February 2025, സാറ്റർഡേ, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടും എഴുതാം. താഴെ നിങ്ങളുടെ ടൈം, രാത്രിയാണ് യൂഷ്വലി ഡയറി എഴുതുക, ഒരു 10 PM കൊടുക്കാം. ഓക്കെ, 10 PM. ഇപ്പൊ ഡയറി സ്റ്റാർട്ട് ചെയ്യാൻ സൂം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് February 2025 സാറ്റർഡേ, ടൈം കൊടുത്തു, ഡേറ്റ് കൊടുത്തു, മന്ത്, ഇയർ, ഡേ. ഓക്കെ, പിന്നെ ടൈമും മെൻഷൻ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ പറയാ, വാട്ട് ആൻ അൺലക്കി ബോയ് ഐ ആം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനോടെ തുടങ്ങാം, വാട്ട് ആൻ അൺലക്കി ബോയ് ഐ ആം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻ വേണ്ട. ടുഡേ ഈസ് ആൻ അൺഫർഗെറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. ടുഡേ ഈസ് ആൻ അൺഫർഗെറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതാണ് ഇനിയാണ് കണ്ടന്റ് നമ്മൾ നോക്കുന്നത്. ടുഡേ ഈസ് ആൻ അൺഫർഗെറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, വൈ, വാട്ട് ഹാപ്പൻഡ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കും, നീലകണ്ഠ വാസ് ക്വൈറ്റ് ഷോക്ക്ഡ് വെൻ ഹി സോ കിരൺ പുള്ളിങ് ഔട്ട്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നീലകണ്ഠ ആണല്ലോ ഇപ്പൊ എഴുതുന്നത് ഡയറി. അപ്പോൾ നീലകണ്ഠ എന്നുള്ളത് അവിടെ ഞാൻ ആയിട്ട് മാറണം. സോ ഐ വാസ് ക്വൈറ്റ് ഷോക്ക്ഡ്. ഓക്കെ, ഇങ്ങനെ എഴുതാം, ഐ വാസ്, അല്ലെങ്കിൽ ഐ നെവർ എക്സ്പെക്റ്റഡ് that
I would be caught red-handed today. Red-handed എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. ക്യാച്ചിങ് റെഡ് ഹാൻഡഡ് അല്ലെങ്കിൽ കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടികൂടുക എന്നൊക്കെ പറയില്ലേ, അതാണ്. ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് ഐ വുഡ് ബി കോട്ട് റെഡ് ഹാൻഡഡ് ടുഡേ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്താണ്? ഐ വാസ് ക്വൈറ്റ് ഷോക്ക്ഡ്. ഇനി ഇത് ക്വസ്റ്റ്യനിലുള്ള സെന്റൻസ് തന്നെയാണ്. ഐ വാസ് ക്വൈറ്റ് ഷോക്ക്ഡ് വെൻ മിസ് കിരൺ അല്ലെങ്കിൽ മിസ് കിരൺ. ഐ വാസ് ക്വൈറ്റ് ഷോക്ക്ഡ് വെൻ മിസ്സസ് കിരൺ pulled out the missing inkstand from her box. കിരൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ത്രീയുടെ പേരാണ് കേട്ടോ. ശരത് എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ആണ്. മിസ്സസ് കിരൺ pulled out the missing inkstand. സോറി, ക്വയറ്റിന്റെ സ്പെല്ലിംഗ് മാറി, ഐ എം സോറി. ആണല്ലോ, കറക്റ്റ് ആണല്ലോ. I was quite shocked when Mrs. Kiran pulled out the missing inkstand from her box. പിന്നെ എഴുതുക, I was upset that Kiran found out my prank. I became upset that Kiran found out my prank. പിന്നെ അടുത്തത് എഴുതാം, മൈ ലാസ്റ്റ് ഹോപ്പ്. ഇവിടെ നോക്കൂ, മൈ ലാസ്റ്റ് ഹോപ്പ് എന്നാണ് പറയുന്നത്. മൈ ലാസ്റ്റ് ഹോപ്പ് എന്ന് സോറി ഹിസ് ലാസ്റ്റ് ഹോപ്പ് എന്നുള്ളതിന് നമ്മൾ എന്താക്കാം? മൈ ലാസ്റ്റ് ഹോപ്പ് എന്നാക്കി. അപ്പോൾ മൈ ലാസ്റ്റ് ഹോപ്പ് ഓഫ് എന്ത്? മൈ ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് മൈസെൽഫ് ഇന്നസെന്റ് ഫെയിൽഡ് മിസറബ്ലി. മിസറബ്ലി എന്ന് വെച്ചാൽ കഷ്ടകാലത്തിനിടയിൽ എൻ്റെ ഏക അവസാനത്തെ പ്രതീക്ഷയും നഷ്ടമായി. മൈ ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് മൈസെൽഫ് ഇന്നസെന്റ് ഫെയിൽഡ് മിസറബ്ലി. Hence, I have decided to leave this house. ഈ വീട് വിട്ടിറങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള കോണ്ടന്റ് എങ്ങനെ ചെയ്യാം? ഇനിയുള്ള കോണ്ടന്റ് ഇവിടെ ഇപ്പം നോക്കൂ. ഹെൻസ് ഐ ഹാവ് ഡിസൈഡഡ് ടു ലീവ് ദിസ് ഹൗസ് എന്നുള്ളതിനെ ലാസ്റ്റിൽ എഴുതാൻ നോക്കുക. ഞാൻ ഒന്നും കൂടെ വായിക്കേ, എന്താന്നുള്ളത് വായിച്ചു തരാം. ടുഡേ ഈസ് an unforgettable day in my life. I never expected that I would be caught red-handed today. I was quite shocked when Mrs. Kiran pulled out the missing inkstand from her box. I became upset that Kiran found out about my prank. My last hope of proving myself innocent failed miserably. അപ്പോൾ എന്തിനാണ് ഇവൻ മറച്ചു വെച്ചത്? ഈ ഇങ്ക്സ്റ്റാൻഡ് മറച്ചു വെച്ചത്, അല്ലെങ്കിൽ ഇവൻ എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയത്? എന്താണ് ഈ കുട്ടി അവിടെ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്? അല്ലെങ്കിൽ ഈ കുട്ടി ചെയ്ത ഒരു എറർ എന്താണ്? അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ മെയിൻ ആയിട്ട് ആ കുട്ടി ചെയ്ത ഒരു മിസ്റ്റേക്ക്? അത് തന്നെ, മിസ്റ്റേക്ക് എന്താണ്? അത് നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫുൾ സമ്മറി ഞാൻ റീഡ് ചെയ്തിട്ട് അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും സ്റ്റോറിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രം കാണിച്ചു തരാം. The story involves around a zamindar family consisting mainly of Sharath and his wife Kiran. Sharath's mother also. Okay. Oh, Sharathinte mother ആണല്ലേ. Mainly of Sharath and his wife Kiran, Sharath's mother. Later, Neelakanta, an orphan boy, joins them. He comes to them after the boat in which he was traveling sank in the storm. He was working with a theatrical group. The group was traveling to a nearby place when the boat sank. The boy did not know what happened to the rest of the members or the theatrical group. We also see Satish, the younger brother of Sharath, coming to spend his vacation with the family of Sharath and Kiran. The story begins with a small discussion between Kiran and her husband Sharath. They discuss whether they should stay for some more time in this retreat or return to their village. അപ്പോൾ ഇവർ റിസോർട്ട് പോലെ ഒരു പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ്, ഈ ശരത്തും അവരുടെ വൈഫ് കിരണും. They are now staying in a riverside house in Chandranagar. They had come here from their village because Kiran was very sick and they wanted to have a change of place. Kiran is interested in going back because she enjoyed the company of her villagers. അപ്പോൾ കിരണിന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവാമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഓക്കെ, ഇത്രയും ദിവസം എൻജോയ് ചെയ്തല്ലോ ഇവിടെ, മതി, ഇനി നമുക്ക് വില്ലേജിലേക്ക് തന്നെ തിരിച്ചു പോവാമെന്നാണ് കിരൺ പറയുന്നത്. ഹിയർ ഇൻ ദ റിവർ സൈഡ് ഹൗസ് ഷീ ഹാഡ് നത്തിങ് ടു ഡു and she was bored. But Sharath wants her to remain there for some more time so that she can become fully healthy again. The doctor also recommended her stay here for some more time. അവളുടെ താമസം കുറച്ച് ദിവസം കൂടെ ഇവിടെ പോട്ടെ എന്ന് പറയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക്
നെക്സ്റ്റ് നീലകണ്ഠാന്റെ കാര്യത്തിലേക്ക് വരികയാണ്. Their discussion ends when they hear a call from someone. The caller was a young boy Neelakanta who comes to them after escaping from a sinking boat. മുങ്ങി താഴ്ന്ന ഒരു കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന കുട്ടിയാണ് നീലകണ്ഠ. അപ്പോൾ ശരത്തും കിരണും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോണോ വേണ്ടയോ എന്നുള്ളത്, തിരിച്ച് വില്ലേജിലേക്ക് പോയാലോ എന്നൊക്കെ. ആ സമയത്താണ് നീലകണ്ഠ അവിടെ വരുന്നത്. ഹിസ് അറൈവൽ ബ്രിങ്സ് അബൌട്ട് എ മേജർ ചേഞ്ച് ഇൻ ദ ഹൗസ് ഹോൾഡ്. വീട്ടിൽ തന്നെ ഒട്ടുമൊത്തം വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് ഈ കുട്ടിയുടെ അറൈവലോടെ. ഹി ഈസ് എ ബ്രാഹ്മിൻ യൂത്ത് ഓഫ് 14 years ആണ് നീലകണ്ഠാന്റെ ഏജ്. കിരൺ ടുക്ക് എ ഗ്രേറ്റ് ലൈക്കിംഗ് ഫോർ ദ boy. Sharath and his mother were happy that this would make Kiran stay stronger in the riverside house. അപ്പോൾ കിരണിനൊരു കമ്പനി കിട്ടിയല്ലോ, അപ്പോൾ കിരൺ ഈ കുട്ടീനെ നല്ലോണം നോക്കും. അങ്ങനെ അവരുടെ മൈൻഡ് കുറച്ചും കൂടെ നല്ല ഒരു ഫോക്കസ്ഡ് ആയിരിക്കും, എൻഗേജ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ച് ശരത്തിന്റെ മദറും ഹാപ്പി ആയിരുന്നു. നീലകണ്ഠ വാസ് ഹാപ്പി ടു എസ്കേപ്പ് ഫ്രം ഹിസ് ക്രൂവൽ മാസ്റ്റർ and be part of a wealthy family. He was given good food and also gifts by the kind lady Kiran. So Kiran is a very kind lady. Okay. ഇനി എന്താണ് നമുക്ക് ഇവിടെ ഈ പാരഗ്രാഫ് ഞാൻ വേണ്ട. അവർ കിരണും ശരത്തും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും പിന്നെ അതേപോലെ തന്നെ നീലകണ്ഠയും കിരണും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും ആണ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. Things take a different turn when Sharath's younger brother Satish comes to spend his vacation with them. ഈ ശരത്തിന് ഒരു യങ്ങർ ബ്രദർ ഉണ്ട്, സതീഷ്, അതായത് ശരത്തിന്റെ അനിയൻ. ഇവരുടെ കൂടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വരികയാണ്. അതുവരെ കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ഈ സതീഷ് വന്നതോടെയാണ് തിങ്സ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് എ ടേൺ, അല്ലെങ്കിൽ തിങ്സ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. കിരൺ വാസ് ഹാപ്പി വിത്ത് ഹെർ ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഭർത്താവിന്റെ അനിയനെ നമ്മൾ ബ്രദർ ഇൻ ലോ എന്നാണ് പറയുക. സിസ്റ്റർ ആയിരുന്നെങ്കിൽ സിസ്റ്റർ ഇൻ ലോ. ആൻഡ് ദേ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ടുഗെദർ. ഫോർ ദ ഫസ്റ്റ് ടൈം നീലകണ്ഠ ഫീൽസ് നെഗ്ലെക്റ്റഡ് ബൈ കിരൺ ആസ് ഷീ ഈസ് സ്പെൻഡിങ് മോർ ടൈം വിത്ത് ഹെർ ബ്രദർ ഇൻ ലോ. അപ്പം എന്താണ്, ആദ്യമായിട്ട് കിരൺ നീലകണ്ഠനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ നീലകണ്ഠയ്ക്ക് തോന്നി. ഇത്രയും ദിവസം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ ബ്രദർ ഇൻ ലോ വന്നതോടെ കിരണിന്റെ ഫോക്കസ് ബ്രദർ ഇൻ ലോയിലേക്ക് പോയി. കാരണം റിലേഷൻ അല്ലേ, റിലേറ്റീവ് വന്നതുകൊണ്ട് അവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ പോയപ്പോൾ കിരൺ സ്റ്റാർട്ടഡ് ഫീലിംഗ് neglected as she is spending more time with her brother-in-law. Neelakantha now feels he is not at all important in the family. നീലകണ്ഠയ്ക്ക് ഇപ്പം മനസ്സിലായി അവൻ ഈ ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളെ അല്ല എന്ന് അവന് തോന്നാൻ തുടങ്ങി. He would often become angry and beat his gang members, kick his pet dog or smash the leaves and branches of trees with his canes. അപ്പോൾ ഈ കുട്ടിക്ക് ദേഷ്യം പെട്ടെന്ന് വരാൻ തുടങ്ങി. അവൾ ഗ്യാങ് മെമ്പേഴ്സിനെയൊക്കെ അടിക്കാനും പെറ്റ് ഡോഗിനെ ചവിട്ടി കിക്ക് ചെയ്യുക, അതുപോലെ ഇലകൾ ബ്രാഞ്ചസിലുള്ളതൊക്കെ ഒടിച്ചിടുക, മരമൊക്കെ ഒടിച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ആര്, നീലകണ്ഠ. ഓക്കെ. കിരൺ നൗ ഡിഡ് നോട്ട് ഫൈൻഡ് ടൈം ടു സെർവ് മീൽസ് ടു നീലകണ്ഠ. നീലകണ്ഠയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോലും കിരണിന് ഇപ്പോൾ ടൈമില്ല. സംടൈംസ് ഹി വുഡ് സേ ഹി ഈസ് നോട്ട് ഹംഗ്രി, ഹോപ്പിംഗ് ദാറ്റ് കിരൺ വുഡ് പെർസ്വേഡ് ഹിം ടു ഈറ്റ്. ഓക്കെ. അപ്പോൾ നീലകണ്ഠയ്ക്ക് ചില സമയങ്ങളിൽ വിശപ്പുണ്ടെങ്കിലും എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. എന്തിനാണ് അങ്ങനെയെങ്കിലും കിരണിന്റെ ശരിക്കുള്ള മൈൻഡ് സെറ്റ് അറിയാൻ വേണ്ടിയിട്ട്. കഴിക്കും മോനെ, കഴിക്കാണ്ടിരിക്കല്ലേ, അങ്ങനെയൊക്കെ പറയുമല്ലോ. മുമ്പ് അങ്ങനെയൊക്കെ പറയായിരുന്നു, ഇപ്പോഴില്ല. ബട്ട് ഷീ സെഡ് നത്തിങ്. ഹി വുഡ് ദെൻ ഗോ ടു ഹിസ് റൂം ആൻഡ് ക്രൈ. ഹി തോട്ട് സതീഷ് പ്ലേഡ് സം ട്രിക്ക് ഓൺ ഹെർ ടു മേക്ക് ഹെർ ആംഗ്രി വിത്ത് ഹിം. നീലകണ്ഠ വിചാരിക്കുന്നത് സതീഷാണ് ഇതിനൊക്കെ കാരണം. ഓക്കെ. സോ നീലകണ്ഠ വാണ്ടഡ് ടു ടേക്ക് റിവെഞ്ച് ഓൺ സതീഷ്. പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചു. സതീഷിനെതിരെ പ്രതികരിക്കണമെന്ന് നീലകണ്ഠ വിചാരിച്ചു. ഹി റിമൂവ്ഡ് ദ സോപ്പ് വെൻ സതീഷ് വാസ് ടേക്കിംഗ് ബാത്ത് ഓർ ഹി ത്രൂ ഹിസ് ക്ലോത്ത്സ് അപ്പ് ഇൻ ദ എയർ ആസ് ഇഫ് ബ്ലോൺ ബൈ വിൻഡ്. സതീഷ് കുളിക്കാൻ പോകുമ്പോൾ അവൻ്റെ സോപ്പ് എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അവൻ്റെ ക്ലോത്ത്സ് ഒക്കെ ഇങ്ങനെ വലിച്ച് കാറ്റിൽ പറത്തിക്കുക. വൺസ് കിരൺ ആസ്ക്ഡ് നീലകണ്ഠ ടു എന്റർടൈൻ സതീഷ് വിത്ത് ഹിസ് തിയേറ്ററിക്കൽ സ്കിൽസ്, ബട്ട് ഹി സെഡ് ഹി ഡിഡ് നോട്ട് റിമെമ്പർ എനിത്തിങ്. ഒരു ദിവസം നീലകണ്ഠയോട് പറഞ്ഞു, നീ ഒരു ആക്ടർ അല്ലേ, അപ്പൊ തിയേറ്ററിക്കൽ സ്കിൽസ് ഒക്കെ നിനക്ക് അറിയാലോ, സതീഷിനെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സതീഷ് ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. നൗ ദേ ഓൾ ഡിസൈഡ് ടു റിട്ടേൺ ഹോം. ദേ പാക്ക് തിങ്സ്. ഇപ്പൊ അവർ തിരിച്ച് വില്ലേജിലേക്ക് പോവാമെന്ന് ഡിസൈഡ് ചെയ്യാണ്. നോബഡി ആസ്ക്സ് നീലകണ്ഠ ടു ഗോ വിത്ത് ഹിം. ലേറ്റർ കിരൺ പ്രപ്പോസസ് ടു ടേക്ക് ഹിം വിത്ത് ദം, ബട്ട് ഓൾ അതേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ് ദ ഐഡിയ. കിരണിന് നീലകണ്ഠ കൂടെ വരണമെന്നുണ്ട്, പക്ഷെ മറ്റു കൂടെയുള്ള ആർക്കും അതിൽ താല്പര്യമില്ല.
Kiran then tells him to go back to his home. He cries and so Kiran decides to take him with her. Satish is very angry and tells Kiran that Neelakanta is clever enough to find a way to soften her heart with a tear or two. അപ്പോൾ സതീഷ് വന്നിട്ട് ദേഷ്യപ്പെട്ട് പറയാണ് കിരണിനെ വേഗം കൺവീൻസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവളുടെ ഹാർട്ടിന് ഹൃദയത്തിന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നീലകണ്ഠ ക്ലെവർ ആയിട്ട് കരഞ്ഞു കാണിക്കുകയാണ്. ഷീ ഈസ് സോ ഗുഡ് ആൻഡ് ട്രസ്റ്റ്ഫുൾ ദാറ്റ് ഷീ ഫാൾസ് ഫോർ ദ trick. Neelakanta now thinks of doing something against Satish. അപ്പോൾ ഈ സതീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഇങ്ക് സ്റ്റാൻഡിന്റെ മിസ്സിംഗ് കേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫ് കൂടെ ഞാൻ ഒന്ന് റീഡ് ചെയ്യാം. സതീഷ് ഹാഡ് ബ്രോട്ട് എ ഗ്രാൻഡ് ഓർണമെന്റൽ ഇങ്ക് സ്റ്റാൻഡ് ഫ്രം കൽക്കട്ട. It was his most favorite item. He cleaned it every day with great care. Suddenly the inkstand was missing. Satish thought it was Neelakanta who has stolen it and beats him up badly. Kiran tells Neelakanta to return the inkstand if he has taken it. But he knelt down weeping bitterly. Knelt എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരിക്കുക, past tense. Okay, knelt down weeping bitterly. There was a big argument between Kiran on one side and Sharath and Satish on the other side. Satish wanted to search Neelakanta's room, but Kiran cried and said he should not do it. അങ്ങനെ ലാസ്റ്റിൽ എന്തായി, അവസാനം നീലകണ്ഠയുടെ ബോക്സ് ഒക്കെ തുറന്ന് നമ്മുടെ കിരൺ നോക്കുകയാണ്. ഓക്കെ, പിന്നീട് നമ്മുടെ കിരണിന് തന്നെ എന്തായി, ഡൗട്ട് വരാൻ തുടങ്ങി. ഓക്കെ, കിരൺ എന്തെങ്കിലും ഈ കുട്ടി എടുത്തിട്ടുണ്ടാവുമോ എന്നൊരു സംശയം കിരണിന് വന്നു. പക്ഷെ അവരെന്ത് ചെയ്യില്ല, ഇല്ല എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവരിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ലാസ്റ്റ് പാരഗ്രാഫിൽ, when she opened Neelakanta's box, it was fully packed and she started pulling out things to place her gift in the box. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിരൺ നീലകണ്ഠയുടെ റൂമിലേക്ക് വന്ന് അവൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തു. To her great surprise, she sees the missing inkstand there. അപ്പോൾ അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ആ ഇൻസ്റ്റാൻഡ് അവൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുണ്ട്. Neelakanta was standing behind her and he felt as if he was hit by a hammer on his head. തലയിൽ ആരോ ഹാമർ കൊണ്ട് അടിച്ച പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അവന് പെട്ടെന്ന്. കാരണം the theft was caught red-handed. He had taken the inkstand as an act of revenge to Satish. He wanted to throw it into the river, but there was no way he could convince Kiran, who thought Neelakanta was a thief. അപ്പോൾ ശരിക്കും എന്താണ്, നീലകണ്ഠ തീഫാണോ? അല്ല, സതീഷിനെതിരെ ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. ബട്ട് കിരൺ തോട്ട് നീലകണ്ഠ വാസ് എ തീഫ്. ഹി ലെഫ്റ്റ് ദ റൂം വിത്തൗട്ട് കിരൺ നോട്ടീസിങ് ഹിം. കിരൺ സൈഡ് ഡീപ്ലി ആൻഡ് കെപ്റ്റ് ദ ഗിഫ്റ്റ് ഓൺ ടോപ്പ് ആൻഡ് ക്ലോസ്ഡ് ദ ബോക്സ്. അങ്ങനെ എന്തായത്, അവസാനം നീലകണ്ഠ വീട് വിട്ട് ഇറങ്ങിപ്പോവും ലാസ്റ്റിൽ. ഓക്കെ, ഫാമിലി മാത്രം തിരിച്ചു പോവും. ലാസ്റ്റിൽ അവിടുത്തെ ആ ഡോഗ് മാത്രം അവിടെ റിവർ സൈഡിൽ റിവർ ബാങ്കിൽ ഭയങ്കര കരച്ചിലോടുകൂടെ നിൽക്കുന്നുണ്ടാവും, എല്ലാവരും പോയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ സങ്കടത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാനിപ്പോൾ നിങ്ങളുടെ ഡയറിയിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ നെക്സ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ എഴുതുമ്പോൾ, I know that I am an orphan and it was Mrs. Kiran and Mr. Sharath who gave me solace. Solace എന്ന് പറഞ്ഞാൽ എന്താണ്, സാന്ത്വനം. അവരാണ് എനിക്ക് ഇത്രയും ദിവസം എന്ത് തന്നത്, സാന്ത്വനം തന്നത്, അല്ലെങ്കിൽ അവരാണ് എന്നെ ഇത്രയും വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, ഗ്രേറ്റ് സോലേസ്. All the problems started arising with the arrival of Satish, Sharath's younger brother. As Satish reached the riverside resort, things started taking a turn. Kiran started എന്ന് വീണ്ടും പറയണ്ട. Kiran was more engaged in conversations
with Satish and she started neglecting me. She even forgot to give me food on time. സമയത്തിന് തരാൻ പോലെ അവർ മറക്കാൻ തുടങ്ങി. I understood that Kiran had totally forgotten me. Had വന്നതുകൊണ്ട് V3. Kiran had totally forgotten me from her mind. ഓക്കെ, എന്നിട്ട് നിങ്ങൾ താഴെ എഴുതുക in this അല്ലെങ്കിൽ at this moment I had only one thought. എന്താണ് ആ തോട്ട്? അതൊരു ഡാഷ് ഇട്ടിട്ട് എഴുതുക. To take a revenge on Satish. ഇത്ര മാത്രമായിരുന്നു എൻ്റെ ചിന്ത. It was a part of my revenge that I hid his expensive ornamental inkstand from his notice. അവൻ്റെ ഇതിൽ നിന്നും, അവൻ്റെ ശ്രദ്ധയിൽ നിന്നും ഞാനത് എടുത്ത് മാറ്റിയത് ഒരു I hid his expensive ornamental inkstand from his notice. But I was mistaken to be a thief by Kiran when she noticed the inkstand inside my box. ഇത്രയാണല്ലോ കഥ. ഇപ്പൊ സിമ്പിളായിട്ട് ഇത്രയുമായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് ലാസ്റ്റിൽ എഴുതുക Now I am no longer trusted by them. They would have started hating me. അവരെന്നെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. So it is better to leave this place and their company. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യുക? ഞാനൊരു ലൈൻ എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്, hence I have decided to leave this house എന്ന് മാത്രം പറയാം. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ ലൈഫ് എങ്ങോട്ടേക്കാണ് പോവുക അല്ലെങ്കിൽ എവിടേക്കാണ് പോവുക അതൊന്ന് അവൻ്റെ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഇതിൽ എഴുതുക. ഓക്കെ, where shall I go next? Who will be my master hereafter? Let me hope for the best. ഇത്രയും പറഞ്ഞ് എന്ത് ചെയ്യുക? ഡയറി വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇനി എഴുതിയ ഡയറിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെറ്ററും ഒരു ഡയറിയും നമ്മൾ എഴുതാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോറിയുടെ കണ്ടന്റ് ഫുൾ പകരം നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോറി നല്ലോണം മനസ്സിലാക്കി അതിൻ്റെ ചുരുക്കമാണ് നമ്മൾ എഴുതിയത്. കൂട്ടത്തിൽ നീലയുടെ ആ ടൈമിലുള്ള ഫീലിങ്സും കൂടെ നമ്മൾ എഴുതണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ് എ ലെറ്റർ ആൻഡ് ഡയറി ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൽ വരുന്ന വേറെ ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ ഡയറിയോ ലെറ്ററോ ഒക്കെ ആയിരിക്കുമല്ലോ, പ്രാക്ടീസ് ചെയ്യുക, എഴുതി നോക്കുക. ഇനി ഞാനിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇനി ലെറ്ററും ഡയറിയും ഇനി പറഞ്ഞിരിക്കാൻ നമുക്ക് ടൈമില്ല. നിങ്ങൾ തന്നെ സ്വയം വീട്ടിൽ ഹോംവർക്ക് പോലെ ചെയ്തിട്ട് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനി എന്തൊക്കെയാണ് നോക്കേണ്ടത്? പാരഗ്രാഫും നറേറ്റീവും നോക്കാം. പാരഗ്രാഫും നറേറ്റീവും വളരെ സിമിലർ ആണ്. അത് രണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, സോ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ 5 മാർക്സ് ആണ്. നറേറ്റീവ് എന്നത് 7 മാർക്സിനാണ്. നറേറ്റീവ് ഇസ് ഫോർ 7 മാർക്സ്. അപ്പോൾ കുറച്ച് കൂടുതൽ 2 പാരഗ്രാഫ് കൂടുതൽ എഴുതിയാൽ നറേറ്റീവ് ആകും. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലെറ്റർ റൈറ്റിങ്ങിലോ ഡയറി റൈറ്റിങ്ങിലോ? ഇപ്പം തന്നെ ചോദിക്കൂ, ലെറ്റർ ഓർ ഡയറി. ഡയറീൻ്റെ ലാസ്റ്റിൽ സൈൻ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, ലെറ്ററിലാണ് സൈൻ ചെയ്യേണ്ടത്.
ആദില, ഷബ്ന, എനി ഡൗട്ട്സ്? മനസ്സിലായോ? ക്ലാസ് മനസ്സിലായോ? അത് ചോദിക്കട്ടെ. യെസ്. ഓക്കെ. ഷബ്നയ്ക്ക് ക്ലിയർ ആയോ? യെസ് മാം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യോ വീട്ടില്? ലെറ്റർ റൈറ്റിംഗും ഡയറി റൈറ്റിംഗും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. എഴുതി ശീലിച്ചാലേ കിട്ടുള്ളൂ. ടൈം ഷുവർ. ഓക്കെ, ടൈം സ്റ്റിക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് ടു 8 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് കൊടുക്കുക. 5 to 8 minutes കൊടുക്കുക ഒരു ക്വസ്റ്റ്യന്. 8 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് എന്താണ്? ഫെബ്രുവരി 9th അല്ല, ഫെബ്രുവരി 6th നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്.